ഇപ്പോൾ റെജി ലൂക്കോസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ പരാമർശിച്ചു പോകാമെന്ന് കരുതുന്നു. ഒന്ന്, തൃശ്ശൂരിൽ UDF കേന്ദ്രങ്ങളിലുണ്ടായ വോട്ട് ചോർച്ച. 86,965 വോട്ടുകൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും കോൺഗ്രസിന് അന്യമാകുന്ന, UDFന് അന്യമാകുന്നൊരു സ്ഥിതി. അതേസമയം BJPയുടെ ഭൂരിപക്ഷം 74,686 എന്ന ഫിഗർ. പക്ഷേ LDFന് കൂടിയ വോട്ടുകൾ നോക്കുമ്പോൾ 16,196. അതായത് LDFന് വോട്ടുകൾ കൂടുന്ന ഒരവസ്ഥയുണ്ടായി, കോൺഗ്രസിന് വോട്ട് കുറയുന്ന, UDFന് വോട്ട് കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ തൃശ്ശൂരിലെ വിജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം എന്താണ് എന്നത് അനലൈസ് ചെയ്യേണ്ടി വരും. ഒപ്പം UDF ഈ നേടിയ വിജയം നമുക്ക് നേരത്തെ അറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ഒക്കെ പരസ്യമായ പിന്തുണ UDFന് കൊടുക്കുകയും അവർ അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൃശ്ശൂർ അടക്കം എങ്ങനെ വിലയിരുത്താം ഈ സാഹചര്യത്തെ? എന്നോടാണോ? അതെ, ശ്രീ റെജി ലൂക്കോസ്. നീലിമ എന്നോടാണോ? അതെ. ഹലോ ശ്രീ റെജി ലൂക്കോസ്, ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടിരുന്നോ? ഞാൻ ഏതാണ്ട് കേട്ടിരുന്നു. ഞാൻ കേട്ടെന്ന് എന്റെ പ്രതീക്ഷിക്കും. പകുതിയോളം ഞാൻ കേട്ടു. ഓടിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നീലിമ ശ്രദ്ധിച്ചതാണ്. ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. തൃശ്ശൂരത്തെ വിജയം തന്നെയാണ്. ഒരു വോട്ടിനാണെങ്കിലും വിജയിച്ചതിനെ നമ്മൾ ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷെ അതെങ്ങനെ വിജയിച്ചു എന്നുള്ളൊരു കോൺഗ്രസ് പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തണം. ദേശീയ പ്രതിപക്ഷ ഐക്യത്തിന്റെ മുന്നിൽ നിന്ന കക്ഷികൾ എന്ന് പറയുന്നത് CPM, കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD, അതുപോലെ തന്നെ നമ്മുടെ ശരത് പവാറിന്റെ NCP, ശിവസേന, സ്റ്റാലിന്റെ DMK ഉള്ള പാർട്ടികളാണ്. അങ്ങനെയുള്ള ഒരു ഐക്യത്തോടുകൂടി ഈ രാജ്യത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തൃശ്ശൂരിൽ നടത്തിയ ഈ പറയുന്ന വോട്ടിന്റെ കച്ചവടം അത് വളരെ വ്യക്തമായിരുന്നു. അതായത് 85,000-ന് മുകളിലുള്ള വോട്ടുകൾ, 1 ലക്ഷമാണെന്നാണ് എന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൽ നിന്നും ആ വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്ന, ആ വോട്ട് എങ്ങോട്ട് പോയിരിക്കുന്നുള്ളത് കോൺഗ്രസ് പാർട്ടി ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചോളം വേറൊരു സിനാറിയോ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ദേശീയ തലത്തിൽ BJPക്കെതിരെയുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വികാരം രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ് സംബന്ധിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 2019 പോലെ തന്നെ വോട്ടുകൾ പോയി. എന്നാൽ നേരത്തെ ബഹുമാനപ്പെട്ട AK ബാലൻ പറഞ്ഞ പോലെ 2016 നടന്ന, അല്ല 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷമാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും പരമ്പരകൾ തന്നെ കേരളത്തിലെ പ്രതിപക്ഷം LDF സർക്കാരിനെതിരെ നടത്തിയത്. എന്നിട്ട് ഈ ജനങ്ങൾക്ക് അത് ബോധ്യമായോ? ഇല്ല എന്ന് തന്നെയല്ല, 9 സീറ്റ് അധികം നൽകി ഭീമമായ മാർജിനോട് 99 സീറ്റോടുകൂടി തന്നെ LDFനെ വീണ്ടും അധികാരത്തിലെത്തി. അതിന് തൊട്ടു മുമ്പ് നടന്ന, 1 വർഷം മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 63% വോട്ട് ഷെയറോടുകൂടി മിക്കവാറും ഏതാണ്ട് അത് തന്നെ ഒരു 67-68% പ്രാദേശിക ഭരണകൂടങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിൽ അധികാരത്തിലെത്തി. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമാണ് കേരളത്തെ സംബന്ധിച്ചോളം ഒരു കാരണവശാലും ഇവിടുത്തെ വർഗീയ കക്ഷികൾക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല. ഇപ്പോൾ സംഭവിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം വളരെ വ്യക്തമായിട്ട്. മണിപ്പൂരിലെ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ഭയന്നിട്ട് ഒരിടത്ത് അവർ മത്സരിച്ചു പോലുമില്ല. ആ 2ലും അതിഗംഭീരമായിട്ടുള്ള വിജയത്തിലേക്കാണ് എനിക്കൊന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ഇന്ത്യ മുന്നണി നേടിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും കാരണം മണിപ്പൂരിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് വംശഹത്യ നടത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളും, 100 കണക്കിന് ആൾക്കാരെ കൊന്നതും, അവിടുത്തെ യുവതികളെ പരസ്യമായിട്ട് നഗ്നനായിട്ട് നടത്തി ബലാത്സംഗം ചെയ്ത് കൊന്നതും, ചർച്ചകൾ കൊണ്ട് കത്തിച്ചൊക്കെ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കി. എന്നാൽ തൃശ്ശൂരിലേക്ക് വന്ന് തൃശ്ശൂരിൽ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരേണ്ട സ്ഥലത്ത് അത് സംഭവിച്ചില്ല. അപ്പോഴാണ് ഇവിടെ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അവിടെ വോട്ട് BJPക്ക് മറിഞ്ഞു എന്നുള്ള വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേൾക്കുന്ന പ്രേക്ഷകർ അത് മനസ്സിലാക്കണം. മറ്റ് പല മണ്ഡലങ്ങളിലെ കണക്കുകൾ എടുത്തോളൂ. അത് സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഈ വോട്ട് പാറ്റാണെന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇതൊന്നും ന്യായീകരിക്കാൻ പറഞ്ഞത്. ഇനി ദേശീയ തലത്തിലേക്ക് കൂടെ നമുക്ക് 2 വാക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ പറയാം. അതായത് ഒരു ദൈവത്തെ കേരളത്തിലെ, ഇന്ത്യയിലെ ജനാധിപത്യവും പരാജയപ്പെടുത്തിയ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മുമ്പിൽ ഈ ഗോദി മീഡിയ നടത്തിയ എക്സിറ്റ് പോളിന്റെ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരെല്ലാവരും 350-390 ഒരു യൂണിഫോമിറ്റി പോലെയാണ് അവർ ആ കംപ്ലീറ്റ് പ്രഡിക്ഷൻ നടത്തിയത്. അതിന് പിന്നിലൊരു ബിസിനസ് ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഒരൊറ്റ മീഡിയ വളരെ കൃത്യമായിട്ട് സത്യസന്ധം എന്നൊക്കെ രാജ്യം വിലയിരുത്തുന്ന ഒരു മീഡിയ ഒരു കണക്ക് എക്സിറ്റ് പോള് ഇത് പുറത്തുവിട്ടു. അതായത് DB ന്യൂസ് എന്ന് പറയുന്നത്, അതായത് ദേശബന്ധു മാധ്യമത്തിന്റെ ചാനലാണ്. അവരന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ ഇന്ത്യ മുന്നണിക്കും 310-330 സീറ്റും NDAക്ക് 220-240 സീറ്റിനിടയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കൃത്യമായിട്ടും ആ ചാനൽ ഒന്ന് വീക്ഷിച്ചപ്പോൾ
ഇപ്പോൾ പല ദേശീയവാദി ഗോദി മീഡിയ ഇപ്പൊ നമുക്ക് മുമ്പ് കാണിക്കുന്നത് ഇവർക്ക് 289 സീറ്റിന്റെ ഒക്കെ ലീഡർ ഉണ്ടെന്നാണ് NDA. തെറ്റാണത്. അവര് പറഞ്ഞിരിക്കുന്നത് 259 സീറ്റിൽ പിന്നെ ഇന്ത്യ മുന്നണിയും 261 സീറ്റിൽ പിന്നെ NDAയും ലീഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി വേറെ ഒന്നുകൂടെ നീലുവേ ഞാൻ പറയാം. അതായത് ഉത്തർപ്രദേശാണ് ദയനീയമായ രീതിയിൽ പരാജയപ്പെട്ടിരിക്കുന്നത് ഈ NDA. ഉത്തർപ്രദേശ് പിടിക്കുന്നവർ രാജ്യം ഭരിക്കുന്ന ഒരു ചൊല്ലുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത അവിടെ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന 18 സീറ്റിൽ 11 സീറ്റിലും 1000-ൽ താഴെ മാത്രം ഭൂരിപക്ഷമേ ഉള്ളൂ. ഇതുവരെ കൗണ്ടിങ്ങിലൂടെ കാണാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ അട്ടിമറി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങള്, അതുപോലെ തന്നെ ഹരിയാന, പഞ്ചാബ്. അപ്പൊ നമുക്കൊരു കാര്യം ബോധ്യമായില്ലേ, ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേരളം 19 സീറ്റ് കൊടുത്തു, പിന്നെ തമിഴ്നാട്ടിൽ തൂത്തുവാരി. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെച്ച ഈ BJPയുടെ ഭരണകൂടത്തിനെതിരെ ഈ രാജ്യം തിരിഞ്ഞിരിക്കുന്നു. അവർ കേവലം അതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത്.